ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ ശ്രീമന്നാരായണീയ സ്തോത്രകാവ്യത്തെയാണ് കഴിഞ്ഞ 55 ദിവസങ്ങളിലായി 5 ദശകങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നാരായണീയ മധുരമായി നാം സമർപ്പിച്ചത്. ഇന്ന് 56-ാമത്തെ ദിവസമാണ്. ശ്രീമന്നാരായണീയം 6-ാമത്തെ ദശകത്തിൽ ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, വിരാട് പുരുഷോൽപത്തി എന്നുള്ള 5-ാമത്തെ ദശകത്തിന് ശേഷം ആ വിരാട് സ്വരൂപത്തെ വർണ്ണിക്കുകയാണ് പട്ടേരിപ്പാട് ഈ ദശകത്തിലെ 10 ശ്ലോകങ്ങളിലൂടെ. വിരാട് പുരുഷോൽപത്തി വഴി ഭഗവാന്റെ സ്ഥൂല ശരീരോൽപത്തിയെ വിവരിച്ചു. പിന്നെ പ്രപഞ്ചസ്വരൂപമായിരിക്കുന്ന ആ ശരീരത്തിലെ അവയവങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ഉപാസനയ്ക്ക് യോജിച്ച തരത്തിൽ നമുക്ക് ഇന്നിന്ന രീതിയിൽ എന്ന് പറഞ്ഞു തന്നാൽ നമുക്കൊരു എളുപ്പമുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ പറയണു. വിശേഷേണ രാജിക്കുന്നതാണ്, പ്രകാശിക്കുന്നതാണ് വിരാട്ട്. ആ വിരാട് സ്വരൂപത്തെ വർണ്ണിക്കണു. അതിൽ ആദ്യത്തെ ശ്ലോകം ഇപ്പോൾ പാരായണം ചെയ്യുന്നു. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ഹേ ഈശ, ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ തവ
പാദതലം പാതാളം വദന്തി. ഹേ ദേവ, തേ പാദോർധ്വദേശം അപി രസാതലം. ഹേ അദ്ഭുതാത്മൻ, ഗുൽഭദ്വയം മഹാതലം ഖലു. ഇവിടെ ഹേ ഈശ, അങ്ങനെ സർവശക്തനായ എല്ലാവരുടെയും ഈശ്വരനായിരിക്കുന്ന ഭഗവാനെ, ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ, ഇങ്ങനെ 14 ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന തവ അവിടുത്തെ പാദതലം പാതാളം വദന്തി, അവിടുത്തെ ആ ഉള്ളൻകാല് അതെന്താണ്? പാതാളം ആണ് എന്ന് പറയുന്നു. അപ്പോ ഇവിടെ പാദതലം പാതാളം വദന്തി, പാദാതികേശമായിട്ടാണ് ഭഗവാനെ വർണ്ണിക്കുന്നത്. പാദോർധ്വദേശം, തേ പാദോർധ്വദേശം, അങ്ങയുടെ പുറവടി രസാതലം അപി രസാതലം വദന്തി. വദന്തി അവിടെ പറയണില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഹേ അദ്ഭുതാത്മൻ, അത്ഭുത സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, ഗുൽഭദ്വയം 2 നെരിയാണികൾ, മഹാതലം ഖലു, മഹാതലം ഖലു വദന്തി, മഹാതലം എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞു വിശേഷേണ രാജിക്കുന്നതാണ് വിരാട്. അപ്പൊ ഈ ഭഗവാന്റെ അവയവങ്ങളൊക്കെ പ്രത്യേകം തെളിഞ്ഞു പ്രകാശിക്കുന്നു. പ്രപഞ്ചമൊട്ടാകെ ഭഗവത് സ്വരൂപമായി കാണുന്ന ഈ സങ്കല്പം, ഈ വിരാട് സ്വരൂപ സങ്കല്പം തന്നെ ഭാരത സംസ്കാരത്തിൻ്റെ നട്ടെല്ലാണ്, ഭക്തിയോഗത്തിൻ്റെ ജീവനാഡിയാണ് എന്ന് അഭിജ്ഞന്മാര്, ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. വേദപ്രസിദ്ധമാണ് സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം എന്ന് തുടങ്ങുന്ന മഹത്തായ പുരുഷസൂക്തം എന്ന മന്ത്രം വേദപ്രസിദ്ധമാണ് ഇത്. അപ്പോ അത് അനാദിയാണ്, അത് എന്നുണ്ടായതാണ് നിശ്ചയില്ല, അല്ലേ? കാലപ്പഴക്കം എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല. പാതാളം, രസാതലം, മഹാതലം, ഇത് മൂന്നും എന്താണ്? ഏറ്റവും താഴെയുള്ള 3 ബിലസ്വർഗങ്ങൾ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളാണ്, അധോലോകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഭൂമിക്ക് താഴെ അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. അതിനെ പാദാതികേശമായിട്ട് പറയുമ്പോൾ പാതാളം, അതേപോലെ രസാതലം, പിന്നെ മഹാതലം എന്ന് പറയുന്നു. ഇനി അടുത്ത ശ്ലോകത്തിൽ അതിന് മുകളിലുള്ള 4 ലോകങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുക. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഈ ശ്ലോകം ചൊല്ലി അതിൻ്റെ മലയാള പരിഭാഷ ശ്രീഹരിയം അനുസ്മരിച്ച് ഇന്ന് സമർപ്പിക്കാം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. നാരായണ 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 രാധാ ഗോവിന്ദ. ഈ 7 ലോകങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന നിന്റെ ഉള്ളൻകാലോ പാതാളമെന്നറിയുന്നു ഞാൻ. പുറവടി രസാതലം, നെരിയാണി മഹാതലം, പുണ്യകീർത്തെ അവിടുത്തെ രൂപമദ്ഭുതം. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.